ദൈവനാമം മഹത്വപ്പെടട്ടെ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 4 മുതൽ 8 വരെ ഉള്ള ഭാഗത്ത് വ്യർത്ഥമെന്ന് തോന്നിയ പഴയ നേട്ടങ്ങൾ ലോകപ്രകാരം യഹൂദ മതത്തിൽ പൗലോസിന് പ്രശംസിക്കുവാനുള്ള ഘടകങ്ങളെ എടുത്തു പറയുന്നു. മറ്റാരേക്കാളും കുറവില്ലാത്ത ഒരു യഹൂദൻ, 8-ാം നാളിൽ പരിശോധന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ആദ്യ രാജാവായ ശൗലിനെ പോലെ ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, മോശയിക ന്യായപ്രമാണവും പിതൃപാരമ്പര്യവും അക്ഷരം പ്രതി അനുഷ്ഠിക്കുന്ന ഒരു പരീശൻ, ക്രിസ്തു സഭയെ പീഡിപ്പിക്കുന്നതിൽ ഏറ്റവും ശുഷ്കാന്തി കാണിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച അനിന്ദ്യൻ അഥവാ ആരാലും കുറ്റം കണ്ടെത്തപ്പെടാതിരുന്നവൻ. അവർ ഇസ്രായേല്യരോ? ഞാനുമതേ. അവർ അബ്രഹാമിൻ്റെ സന്തതിയോ? ഞാനുമതേ. എന്നാൽ യേശുക്രിസ്തു ദമസ്കസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് വെളിപ്പെടുത്തിയ ദൈവരാജ്യവും നിത്യജീവനും ദൈവത്തെക്കുറിച്ചുള്ള അറിവായ പരിജ്ഞാനവും ലഭിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ യഹൂദ മതസ്ഥാനങ്ങൾക്കൊന്നും വിലയില്ലെന്നും അവ കേവലം ഭൗതിക സ്ഥാനങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഇത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ക്രിസ്തുവിനും അവിടുത്തെ സുവിശേഷത്തിനുമായി തൻ്റെ ജീവനും ജീവിതവും വേർതിരിച്ചുകൊണ്ട് പഴയ നേട്ടങ്ങളെയെല്ലാം വിലയില്ലാത്തവതായി അഥവാ ചവറെന്നെണ്ണിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ കൃപ പ്രാപിച്ചുകൊണ്ട് അവിടുത്തെ അംബാസിഡർ അഥവാ അപ്പോസ്തോലൻ ആയിത്തീരുന്നു. മാനസാന്തരപ്പെട്ട് തനിക്ക് ലാഭമായിരുന്നതൊക്കെയും തൻ്റെ കർത്താവായ ക്രിസ്തുവേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം എല്ലാം ഛേദമെണ്ണിയ അപ്പോസ്തോലൻ, ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ താഴായ്മയുടെ പ്രതീകമായ കഷ്ടപ്പെടുന്ന ദാസനായ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരനായി. അങ്ങനെ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ 1 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കൊല്ലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദകത്തിലാകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു, പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെക്കുറിച്ചുള്ള ചിന്താഭാരമെന്ന തിരക്കുമുണ്ട് എന്ന് 2 കൊരിന്ത്യർ 11:23 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ കൂടി പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നു. നാം കഷ്ടപ്പെടുന്ന ദാസനായ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരാണോ? സ്വയം പരിശോധന ചെയ്യുക. ആർ ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു? ആർ ഇടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു? പ്രശംസിക്കണമെങ്കിൽ എൻ്റെ ബലഹീനതകളെ സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും. നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. പ്രിയമുള്ളവരെ, വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ്റെ രൂപാന്തരം നമ്മെയും ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.